ഹേ ഗൈസ് വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സിമ്പിൾ കാര്യമാണ്. പക്ഷേ സിമ്പിളാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു ട്രേഡർ ആവാൻ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഫുൾ ടൈം ട്രേഡർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ അങ്ങനെ ഒരു ഫുൾ ടൈം ട്രേഡർ ആവുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെ നോക്കിയാലും നമ്മൾ പൊതുവേ കാണുന്നത് ആ ഒരു ഫ്രണ്ടിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും, റൈറ്റ്? ബട്ട് എത്രത്തോളം കഷ്ടപ്പാടുകളുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ഇതിൻ്റെ ബാക്കിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ബാക്ക് ടെസ്റ്റിംഗ് ആണ്. ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്ക്രീൻ ടൈം, അതായത് ഈ ചാർട്ടുമായിട്ട് ഞാനൊരു ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വേറെ ഒരു കാര്യം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ചാർട്ട് എന്താണ്, പ്രൈസ് ആക്ഷൻ എന്താണ് നമ്മളോട് പറയുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. റീസെൻ്റായിട്ട് ഞാനൊരു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു 16 hours എങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന്. അതായത് ഡെയിലി ഒരു 16 hours എങ്കിലും നിങ്ങൾ ട്രേഡിംഗ് പഠിക്കുക ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ കേട്ട ആൾക്കാരൊക്കെ ഇമ്മീഡിയറ്റ്ലി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അത് ഇമ്പോസിബിളാണ്, 16 hours പറ്റില്ല. കാരണം 16 hours എങ്ങനെയാണ് ഒരാൾ ഇത്രയും സമയം കമ്പ്യൂട്ടർ റൂമിലിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണ് ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് അത്രയും സമയം ഇല്ല എന്നുണ്ടെങ്കിൽ 8 hours ചെയ്യാം, അല്ലെങ്കിൽ 4 hours ചെയ്യാം. പക്ഷേ ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. എന്നിട്ട് നമ്മൾ പിന്നെ കംപ്ലയിൻറ്റ് പറയും, ട്രേഡിങ് ഡിഫിക്കൽട്ടാണ്, ട്രേഡിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രേഡിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. യെസ്, നെഗറ്റീവ് പോയിൻ്റാണ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബിഗിനറായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒന്നും അറിയാതാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഒരു 10,000 15,000 ഒക്കെ ഇമ്മീഡിയറ്റ്ലി കിട്ടിയെന്ന് വരും. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നിയത് ഭയങ്കര ഈസിയാണെന്ന്, റൈറ്റ്? സോ ഈ ഒരു നമ്മളെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഒരു ഘടകം ഉണ്ടല്ലോ, ഈ പെട്ടെന്ന് ഇടയ്ക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്, ഇതാണ് നമ്മളെ ശരിക്കും ഏറ്റവും വലിയൊരു എന്താ പറയേണ്ട ഒരു ബാഡ് ട്രേഡർ ആക്കുന്നത്. പിന്നെ നമ്മൾ അധികം ഹാർഡ് വർക്ക് ചെയ്യില്ല, കാരണം ഈസി ആയിട്ട് മണി വരും എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. ബട്ട് അത് ജസ്റ്റ് ഒരു ലെക്കാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് തീരെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു കാര്യമാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലാത്തത് ആർക്കാണ്? അതായത് എനിക്ക് നാളെ മാർക്കറ്റിൽ മൺഡേ പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത് തീരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. കാരണം അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മാർക്കറ്റ് ഓപ്പണായി കിട്ടിയാൽ മതി, ഒന്ന് 9:15 ആയാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇനി അങ്ങനെയല്ല, നമ്മളൊരു പ്രോപ്പർ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. ആ പ്രോസസ്സ് ഞാൻ 1 വർഷം 2 വർഷം ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണ്. ബിക്കോസ് എനിക്കറിയാം അതിന് ശേഷം ഒരു ദിവസം മതി ചിലപ്പം ബാക്കി ഏതൊരു വലിയ ജോബിനേക്കാളുള്ള എമൗണ്ട് ട്രേഡിങ്ങിൽ നിന്ന് ഉണ്ടാക്കാൻ. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള ആ ഒരു പാത്ത് ഫോളോ ചെയ്താൽ മാത്രമേ ഈ ഒരു സംഭവം സംഭവിക്കൂ. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അത്യാവശ്യം ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 2-3 ചാർട്ട് അല്ലെങ്കിൽ ഒരു 5-10 സ്റ്റോക്സ് എടുത്തിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കും. ഒരു വർഷത്തെ അല്ലെങ്കിൽ പോട്ടെ ഒരു 6 മാസത്തെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്യും. ഇത് ആരും ചെയ്യില്ല. ഇങ്ങനെ നോക്കും, ചാർട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുന്നതല്ല ബാക്ക് ടെസ്റ്റിംഗ്. ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് ശേഷം ആസ് എ ട്രേഡർ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ പവർ. നമ്മൾ നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം. അപ്പോൾ ഈ ചാർട്ട് ബാക്കിലേക്ക് പോയി ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഇമ്മീഡിയറ്റ്ലി ഇൻ ദ സെൻസ്, ഒരു ദിവസത്തെ ചാർട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ ദിവസത്തെ ചാർട്ട് അപ്പം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സേവ് ചെയ്യുന്ന എവിടെയാണോ അവിടെ സേവ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ചാർട്ട് റീപ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ പ്രീമിയത്തിൽ അവൈലബിൾ ആണ് ഇൻട്രാഡേ ചാർട്ട് റീപ്ലേ. ഡെയിലി ആൻഡ് എബോ ഫ്രീ വെർഷനിൽ അവൈലബിൾ ആണ്. വേറെ ഏതെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ആമി ബ്രോക്കറാണ്, കാരണം അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാർട്ട് റീപ്ലേ സിസ്റ്റമാണ്. ഞാൻ എത്രയോ വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ ചാർട്ട് റീപ്ലേ ചെയ്ത് നോക്കും, പഴയ ചാർട്ടുകളും പുതിയ ചാർട്ടുകളൊക്കെ. കാരണം എന്താ വെച്ചാൽ ഇതാണ് നമ്മളെ ഓരോ ദിവസവും നമ്മളെ ഒന്ന് പോളിഷ് ചെയ്യാൻ സഹായിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു ട്രേഡിംഗ് സിസ്റ്റമോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞു തരുന്നത്, ഒരു ഫ്രെയിം വർക്കാണ്. കാരണം ഈ ഫ്രെയിം വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ആ ഒരു ഫ്രെയിം വർക്ക് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ചോദിക്കും, ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പല ആൾക്കാരും പറയും, ഞാൻ കഴിഞ്ഞ കുറേ ദിവസത്തെ ചാർട്ട് നോക്കി. ജസ്റ്റ് നോക്കുന്നതല്ല ബാക്ക് ടെസ്റ്റിംഗ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും, റൈറ്റ്? നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചറാണ്. സോ മറന്നു പോകാത്ത രീതിയിൽ എങ്ങനെ അതിനെ നമ്മൾ നോക്കാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ബേസിക്കായിട്ട് ഒരു ചാർട്ടിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ OA ഡാറ്റ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2010 ചാർട്ടാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അന്നേരത്തെ OA ഡാറ്റ അല്ലെങ്കിൽ അന്നേരത്തെ വേറൊരു ഡാറ്റ നമ്മളുടെ അവൈലബിൾ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ നോക്കുന്നത് പ്യുവർ ടെക്നിക്കൽ ചാർട്ട്സ്, കാൻഡിൽ സ്റ്റിക്സ് മാത്രമാണ്. സോ എന്നെ സംബന്ധിച്ച് ആസ് എ
പ്രൈസ് ആക്ഷൻ ട്രേഡർ, ഞാൻ ഈ ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ അവിടെ കാണുന്നത് അത് മാത്രമാണ് ഞാൻ നമ്മളുടെ കറണ്ട് മാർക്കറ്റിലും അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ കൂടെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി എൻ്റെ സിസ്റ്റത്തെ ഞാൻ ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. സോ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ചാർട്ടിലൊന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ചാർട്ടിലാണുള്ളത്. HDFC ബാങ്കിൻ്റെ ചാർട്ടാണ് ഇത്. ആക്ച്വലി എൻ്റെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഡാറ്റാബേസിൽ ഒന്നാണ്. ഇത് 2011 മുതലുള്ള എല്ലാ ഫ്യൂച്ചേഴ്സ് ഡാറ്റയും ഉള്ളൊരു ഡാറ്റാബേസാണ്. ആക്ച്വലി വെരി ഹെവി ഡാറ്റാബേസാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതെന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു അമി ബ്രോക്കർ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ എത്ര സ്പീഡിലാണ് ഇത് സ്ക്രോൾ ചെയ്ത് പോകുന്നത് നോക്കും. നമ്മൾ ഒരു HTML ട്രേഡിംഗ് ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ലോഡ് ചെയ്ത് വരാൻ സമയമെടുക്കും. പിന്നെ ഇത്ര ബാക്കിലേക്കൊന്നും ഒരിക്കലും അവൈലബിൾ അല്ല. അപ്പോൾ അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അതല്ല നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാബേസ് വെച്ച് അല്ലെങ്കിൽ ഈ ഡാറ്റ വെച്ച് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ഫ്രെയിം വർക്ക് വേണം. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്താണ് മാർക്കറ്റിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഇതെന്താണ്, മുകളിലേക്ക് താഴേക്ക് സൈഡിലേക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം ഇത് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ, അവർലിയിൽ അപ് ട്രെൻഡ് ആയിരിക്കും, ഡെയിലിയിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള പല കാര്യങ്ങളിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ഈ ഡെയിലി 16 hours എന്നൊക്കെ ഞാൻ പറയുമ്പോൾ പല ആൾക്കാരും തമാശയാക്കാറുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുമ്പോണ്ടല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ക്ലാരിറ്റി വരാൻ തുടങ്ങും. ഇതിങ്ങനെ ആയിരുന്നല്ലേ, അതങ്ങനെ ആയിരുന്നല്ലേ. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. കാരണം നമ്മൾ മറന്നു പോകും. കാരണം നമ്മൾ ഹ്യൂമൻ നേച്ചറാണ്, മറന്നു പോകും. സോ ഈ ഒരു ചാർട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചാർട്ടിൽ ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് പോയിട്ടുണ്ട്, റൈറ്റ്. സോ നമ്മളൊരു ഡ്രോ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറേ ഒബ്സർവേഷൻസ് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഡ്രോ ചെയ്തു, അടുത്ത ദിവസത്തേക്ക് പോയി അവിടെ കുറച്ച് ഡ്രോ ചെയ്തു, ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മളത് മറന്നു പോകും. നമ്മൾ നോർമലി ആരായാലും മറന്നു പോകും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു എക്സാക്ട് പോയിന്റ് നമുക്കൊന്ന് പിന്നെ റെഫർ ചെയ്യണമെന്ന് വെച്ചാൽ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിരിക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്ലാന് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക്, സപ്പോസ് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ എൻഗൾഫിംഗ് ക്യാൻഡിലിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്, എവിടെയായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എന്താണ് ഞാൻ നോക്കുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷേ സ്ലോലി നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരാൻ തുടങ്ങും. എവിടെയൊക്കെയാണ് ഇത് വർക്ക് ആവാത്തത്. ഇവിടെ ഇത് വർക്കായി. കാരണം എന്താ, ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്താണ് ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ക്രിയേറ്റഡ് ആയത്. സോ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്ലോലി അപ്പോൾ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരും, വീണ്ടും നിങ്ങൾ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേറൊന്ന് കാണാൻ പറ്റും, ഇവിടെ വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വർക്ക് ആവാത്തതുണ്ടാവും. അപ്പോൾ ഈ വർക്ക് ആവാത്തതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ ഒന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഓൾറെഡി ഇത്ര മൂവ് ചെയ്തതിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് കാര്യമായിട്ട് വരുന്നതിന് മുന്നെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഈ രീതിയിൽ ഞാനൊരു ഫ്രെയിം വർക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾ ഡെയിലി നോക്കുമ്പോൾ നമുക്ക് പല ഐഡിയാസും ഇതിൽ നിന്ന് കിട്ടാൻ തുടങ്ങും. ഇങ്ങനെയാണല്ലേ, അങ്ങനെയാണല്ലേ. പക്ഷേ ഇത് ഹാർഡ് വർക്ക്, ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇത് കുറേ ടൈം എടുക്കുന്ന പണിയാണ്, ഇരുന്ന് ചെയ്യണം. കാരണം വേറെ ലോകത്തുള്ള ഒരു പ്രൊഫഷനിലും കിട്ടാത്ത പൈസ കിട്ടാൻ പോകുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ സം ഇയേഴ്സ്, അതും കൂടെ പറയുകയാണ്, എല്ലാം ഇമ്മീഡിയറ്റ് അല്ല. പക്ഷേ അതിനുവേണ്ടി ഈ തരത്തിലുള്ള ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു ഡ്രോ ചെയ്ത്, ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്, ഇത് ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഷോർട്ട് പോകണം. അപ്പോൾ നിങ്ങളുടെ പുതിയ ഒബ്സർവേഷൻ ഇവിടെ വരും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്, ലോവർ ഹൈ ലോവർ ലോ ഉണ്ടാക്കിക്കൊണ്ടാണ് മാർക്കറ്റ് പോകുന്നത്. സോ ഇതെന്ന് പറയുന്നത് സെൽ ഓൺ റൈസ് ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ്. സോ നമ്മളൊരു നല്ല സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ റെസിസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ സെൽ ചെയ്യും. ഇതായിരിക്കണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു CPR വെച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളൊരു മാസത്തെ 2 മാസത്തെ നോക്കിക്കൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു 2 വർഷത്തെ 5 വർഷത്തെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തായിരിക്കും അറിയോ, പല സമയത്തും അത് ഫെയിലാവുന്നൊരു സംഭവം നമ്മളറിയാതെ നമുക്ക് മനസ്സിലാവുന്ന തുടങ്ങുമ്പോൾ ഇത് അന്ന് ഞാൻ കണ്ട പാറ്റേൺ ആണല്ലോ, ഇത് ഫെയിലായിട്ടുണ്ടല്ലോ. സോ ഈ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ വേറെ ഒരാൾക്കും ഈ ഒബ്സർവേഷൻ ഉണ്ടാവില്ല. അതാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം നിങ്ങളത് മനസ്സിലാക്കി ഇങ്ങനെയാണ് ഈ പ്രൈസ് ആക്ഷൻ ഇവിടെ നടക്കുന്നത്,
ഇത് നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. കാരണം അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള പാറ്റേൺ എല്ലാ സമയത്തും വന്നോളണമെന്നില്ല. പക്ഷെ ചില മൂവ്മെൻറ്റ്സ്, ആ മൂവ്മെൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ 3 പ്രാവശ്യം ഞാൻ ഇതുപോലെയുള്ള സമയത്ത് ഞാൻ ബാക്ക് ടെസ്റ്റിൽ ട്രേഡ് എടുത്തപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അവിടെ എടുക്കുന്നതല്ല, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് കൂടുതൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അന്നേരമാണ് നിങ്ങൾക്ക് ഓർമ്മ വരിക, ഇത് ഞാൻ പണ്ട് ചെയ്തപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോ കാര്യം ആലോചിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇവിടെയാണ് അല്ലെങ്കിൽ ഇത് ഇവിടെയാണ് എന്നുള്ളത്. ഓക്കെ, സോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, റൈറ്റ്? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ജേണൽ ചെയ്യുക? ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റൈലാണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് വൺ നോട്ടിലാണ് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ ലോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഡാറ്റയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് പുതിയ സെക്ഷൻ ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ എന്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ റെസിസ്റ്റൻസിൽ നിന്ന് സെല്ല് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒബ്സർവേഷൻസ് അതിവിടെ നോട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 1 hour വാസ് ഇൻ ഡൗൺ ട്രെൻഡ്, സോറി. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത് ലോയും ലോവർ ഹൈ ആണ് ആക്കുന്നത് അല്ലേ? അപ്പോൾ ഇറ്റ്സ് മേക്കിംഗ് ലോവർ ഹൈ ലോവർ ലോ. ഇതിൻ്റെ അർത്ഥം എന്താ? മാർക്കറ്റ് ഇസ് ഇൻ ഡൗൺ ട്രെൻഡ്. നമ്മൾ കാണുന്ന ദിവസം അത് ഡൗൺ ട്രെൻഡിലാണുള്ളത് അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊരു ഫ്രെയിം വർക്കാണ്. ബാക്ക് ടെസ്റ്റിംഗ് പല തരത്തിലുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ അതിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ബാക്ക് ടെസ്റ്റിംഗ്. അല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അതെങ്ങനെ ശരിയാവും, ലോവർ ഹൈ 4 ടൈം ഫ്രെയിം നമുക്ക് നോക്കാൻ പറ്റുമോ? വേണ്ട. നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ പാറ്റേണോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീട്ടിൽ ചെയ്തുള്ള ഒരു ട്രാപ്പ് ക്യാൻഡിൽ പാറ്റേണോ ആയിരിക്കും. അതെവിടെയൊക്കെ വരുന്നുണ്ട്, അവിടെ ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നതിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഈ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഹയർ ടൈം ഫ്രെയിമിന് ഒരു വാല്യൂ കൊടുക്കുക. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ വേറെ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ലെവലിലല്ല ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ നോക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്. ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് എല്ലാ സമയത്തും പറയാറില്ല ട്രേഡ് ഈസ് ആൻ ഇൻസൈഡ് ജോബ് എന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ലേ. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റിനെ കുറിച്ച്, അതാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവർ പറയുന്നതല്ല. മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുക്കുക ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് അതുപോലെ കോപ്പി ചെയ്താൽ നമുക്ക് ഒരിക്കലും ഒരു ട്രേഡർ ആവാൻ ഇമ്പോസിബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിസ്ക് റിവാർഡ് എല്ലാ സമയത്തും നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, എവിടം വരെ ആ ട്രേഡ് വർക്ക് ചെയ്തു, ഇവിടെ നമുക്ക് ഏകദേശം എത്ര റിസ്ക് റിവാർഡ്, എക്സാക്റ്റ്ലി ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എന്നാൽ ഏകദേശം എത്ര റിസ്ക് റിവാർഡ് കിട്ടുമെന്ന് നോക്കുക. കാര്യം നമുക്കറിയാം ബാക്കി എന്ത് കാര്യം സെറ്റായില്ലെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ ഈ റിസ്ക് റിവാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു മെത്തേഡ്, പിന്നെ വേറൊരു ക്യാൻഡിൽ സ്റ്റിക്ക് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ആ ഒരു രീതിയിലാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നതെങ്കിൽ, എൻഗൾഫിംഗ് ക്യാൻഡിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് എവിടെയാണ് പെർഫോം ചെയ്യുന്നത്, നിങ്ങളുടെ ഡിസൈഡ് ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ആ സമയത്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പോയിന്റിലാണ് പല സ്ട്രാറ്റജീസും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വർക്കാവുക വിത്ത് എ ബിഗ് റിസ്ക് റിവാർഡ്. ഡെഫിനറ്റ്ലി പല ആൾക്കാരും പറയാറുണ്ട് ക്യാച്ചിങ് ദ ഫാളിങ് നൈഫ് എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് എന്നെ സംബന്ധിച്ച് നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ പാറ്റേൺസ് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതെന്താണ് എന്നുള്ളതിനേക്കാളും അതെങ്ങനെയാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇതുപോലെ വരച്ച് നോക്കുക. ഇപ്പോൾ ഡെയിലി അപ്പോൾ നമുക്ക് മൂവ് ചെയ്യില്ല. അതായത് ഇപ്പോൾ ഒരു മാർച്ച് 3-ലാണുള്ളത്. നമ്മൾ ഈ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധികം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അന്നേരം നമുക്ക് ഫ്രസ്ട്രേഷൻ വരും. ഇത് മടുത്തിട്ട് നമ്മൾ ഇട്ടുപോയി വല്ല IPL കാണാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ ലൈവ് ട്രേഡിങ്ങിൻ്റെ വീഡിയോ കാണാനോ പോകും. ബട്ട് അത് ചെയ്യാതിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു നല്ല ട്രേഡർ ആകണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പിന്നെയും ചെയ്തു നോക്കുക. ഒരു 3 മാസം 4 മാസമൊക്കെ 2-3 സ്റ്റോക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയൊരു ഉള്ളിലേക്കൊരു സംഭവം വരാൻ തുടങ്ങും, ഇങ്ങനെയാണെന്നുള്ളത്. പിന്നെ നാളെ നിങ്ങൾ മാർക്കറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഈ ഒരു സംഭവമാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. ഇതൊരു ഫാക്റ്റാണ്. ബട്ട് ഇത് ഞാൻ എത്ര പറഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര ആൾ കണ്ടാലും അതിൽ ആരൊക്കെ ഇത് ചെയ്യുന്നുള്ളത് ഐ ഡോണ്ട് നോ. ബട്ട് ചെയ്യാൻ നോക്കുക. എനിക്ക് പറഞ്ഞു തരാനേ പറ്റൂ. ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. പല ബുക്കിലും അതുപോലെയുള്ള പല പണ്ട് സംസാരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കോപ്പി ചെയ്യുകയാണ് ചെയ്തത്.
പക്ഷേ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പല സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു സംഭവമാണെന്ന്. കാരണം ഇത് ബോറിംഗ് ആണ്. പല സമയത്തും ഇതിങ്ങനെ ഇരുന്ന് കുറേ സമയം നോക്കുമ്പോൾ തലവേദന എടുക്കും, അല്ലെങ്കിൽ ഇത് എന്താണ്, ചില സമയത്ത് എന്താ പറ്റുക അറിയോ, നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളൊരു പാറ്റേൺ കണ്ടു, ആ പാറ്റേണൊക്കെ കണ്ട് നമുക്ക് 2-3 മാസത്തെയൊക്കെ നമ്മൾ നോക്കി നല്ല രസമുണ്ട്, ഏകദേശം കുറേ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പോലെ തോന്നി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോണ്ടല്ലോ ആകെ കൺഫ്യൂസിങ് ആവും. ഇതെന്താണ്, മാർക്കറ്റ് മുകളിലേക്കാണോ പോകുന്നത്, താഴേക്കാണോ പോകുന്നത്, സൈഡിലേക്കാണോ പോകുന്നത്, എന്തെടുത്താലും സ്റ്റോപ്പ് ലോസ് എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ. സോ അങ്ങനെ വരുമ്പോൾ ഒരു ടെൻഷൻ വരും. ബട്ട് കീപ് ഡൂയിങ് ഇറ്റ് സ്ലോലി ഇത് നമ്മളുടെ കയ്യിലേക്ക് വരും. പക്ഷേ ഇത് ഒരു 2 ദിവസമോ 3 ദിവസമോ 1 മാസമോ 2 മാസമോ ചെയ്യേണ്ട സംഭവമല്ല. ഡെയിലി ചെയ്യുക. ഒരു വെരി ഫ്യൂ നമ്പർ ഓഫ് സ്റ്റോക്സ്, 5 സ്റ്റോക്സ് അല്ലെങ്കിൽ 10 സ്റ്റോക്സിൽ നിങ്ങൾ മാസ്റ്റർ ആവാൻ നോക്കുക. സ്റ്റോക്സ് തന്നെ എടുത്ത് ഇക്വിറ്റിയിൽ ചെയ്യുക. ഇക്വിറ്റി ട്രേഡിംഗ് എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഡയറക്റ്റ്ലി വരുന്ന ഓപ്ഷൻസിലേക്കാണ്. റൈറ്റ്, എന്തിനാണെന്ന് എനിക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഓപ്ഷൻസിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഇക്വിറ്റിയിൽ നമ്മൾ പഠിക്കാൻ ഇത്ര ഈസി ആയിട്ടുള്ള വേറൊരു സംഭവമില്ല. ബട്ട് ആരും യൂസ് ചെയ്യുന്നില്ല. പേപ്പർ ട്രേഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ റിയൽ ട്രേഡിംഗ് ആണെങ്കിലും. ഓക്കെ, സോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കമ്മിങ് ഡേയ്സിൽ വീഡിയോയിൽ പറയാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.